ഹലോ ഗുഡ് മോർണിംഗ്. എന്താണ് പരിപാടി? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? ഈദ് മുബാരക്. പെരുന്നാൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മളോടൊപ്പം ഇന്നൊരു അതിഥി കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നമ്മളേവരും ഇഷ്ടപ്പെട്ട ഒരേ ഒരു പാട്ട്. ഇപ്പോൾ ആ പാട്ടാണ് ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഏതായിരിക്കും സോങ്? AR റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ഒരു പാട്ടാണ് കേട്ടോ. വരികൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ് ആണ്. ആ ഒരു സിനിമയാകട്ടെ തിയേറ്ററിൽ ഇങ്ങനെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയിട്ടാണ്. മനസ്സിലായിട്ടുണ്ടാവും പെരിയോനെ എന്നൊരു സോങ്. ആ ഒരു സോങ്ങിൻ്റെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു സോങ്ങിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അത് പാടിയ ആളുടെ വോയിസും അതേപോലെ തന്നെ സംഗീതവും ചേർന്നതാണ് അല്ലേ. എനിവേസ് ഇത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, പെരിയോനെ എന്ന സോങ്ങിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുള്ള ജിതിൻ രാജാണ്. ജിതിൻ, വെൽക്കം ടു ദ ഷോ. യെസ്, താങ്ക് യു ജിയ. ഈദ് മുബാരക്. അതെ, ഈദ് മുബാരക്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി മൊമെന്റ്സിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഹൗ യു ഫീൽ റൈറ്റ് നൗ? ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു എന്താ പറയാ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പാട്ട് തന്ന AR റഹ്മാൻ സാറിനും അതുപോലെ ബ്ലസി സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആൻഡ് റഫീഖ് അഹമ്മദ് സാറിന്റെ വരികൾക്ക് ഇത്രയും എന്താ ഹ്യൂമൻഗസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിൽ ഇത്രയും എന്താ അവരവരുടെ വർക്കിംഗ് മേഖലകളിൽ ലെജൻഡറി സ്റ്റേറ്റസിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം. സോ അവരുടെ എല്ലാം കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, ഇങ്ങനെ ഒരു പാട്ടിൽ ശബ്ദം കൊടുക്കാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ എന്താ പറയാ, വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു ഇതിനെ. ഒപ്പം എല്ലാവർക്കും നമുക്ക് ഈ കഥ സമ്മാനിച്ച ബെന്യാമിൻ സാറിനാവട്ടെ, എന്താ പറയാ, നജീബിക്കയുടെ ഒരു സ്റ്റോറിയിൽ നിന്നാണ് ഇത് നമ്മൾ ഈ ഒരു കഥ ഇൻസ്പയർ ആയി വന്നിട്ടുള്ളത്. സോ അദ്ദേഹം ഇതിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. സോ എന്താ പറയാ, എല്ലാവർക്കും നന്ദി. യെസ്, എല്ലാവർക്കും നന്ദി പറയേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം ഇത്തരം ഒരു നല്ല മൂവി ഞങ്ങൾക്ക് സമ്മാനിച്ചതിന്, ഇത്രയും നല്ലൊരു പാട്ട് ഞങ്ങൾക്ക് സമ്മാനിച്ചതിന്. എന്തായാലും ജിതിനെ, പെരിയോനെ എന്നുള്ള സോങ് റിലീസായ സമയത്ത് നമ്മൾ ആദ്യം കണ്ടത് റഹ്മാൻ സാറിനെയാണല്ലേ. റഫീഖ് അഹമ്മദിന്റെ വരികൾ, റഹ്മാൻ സാറിന്റെ സംഗീതം, ജിതിൻ രാജിന്റെ വോയിസ്. അപ്പോഴും നമ്മൾ ഈ ഒറിജിനൽ പാട്ടുകാരനെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. കവർ വേർഷനുകൾ വന്നു. ശരിക്കും ബോധപൂർവം ഒരു ഇടവേള എടുത്തതാണോ അല്ലെങ്കിൽ ബോധപൂർവം മാറി നിന്നതാണോ സോഷ്യൽ മീഡിയയിൽ നിന്ന്? അല്ല, ഞാൻ പൊതുവേ ഞാൻ എന്റെ എന്താ പറയാ സെൽഫ് പ്രൊമോഷൻ എന്നുള്ളതിൽ ഞാൻ വളരെ പിന്നോട്ടാണ്. പിന്നെ ഞാൻ പാട്ട് ഇറങ്ങിയ സമയത്തെല്ലാം ത്രൂ ഔട്ട് ചെന്നൈയിലായിരുന്നു. പിന്നെ നാട്ടിലെത്തിയത് ഒരു 26th പോലെയാണ്. അത് കഴിഞ്ഞ് വന്ന ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെ ദെൻ ഐ വാസ് കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഇപ്പോഴായിരിക്കും കൂടുതൽ ഞാൻ എന്താ പറയാ കുറച്ചും കൂടി ആക്റ്റീവ് ആയത്. കുറച്ചും കൂടി എന്താ പറയാ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലെറ്റിംഗ് പീപ്പിൾ നോ ദാറ്റ് ഇങ്ങനെയുള്ള ഒരാളാണ് പാട്ട് പാടിയത് എന്ന് അറിയിക്കണ്ടേ നമുക്ക്. അതെ 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 അതെ, ശരിക്കും പറഞ്ഞാൽ മലപ്പുറം കുന്നമ്പുറത്തുകാരനെ മലയാളികൾ തിരിച്ചറിയാൻ തുടങ്ങിയത് പെരിയോനെ സോങ്ങിലൂടെയാണല്ലേ. കൂടുതൽ അറിയാൻ തുടങ്ങിയത് അതെ എന്ന് തോന്നുന്നു. ഞാൻ ഒരു റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു 2012-13 ആ സമയത്ത്. അന്ന് കുറച്ചിങ്ങനെ ആൾക്കാർക്കൊക്കെ പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ആസ് ടൈം ഗോസ് ഓൺ പീപ്പിൾ വിൽ മൂവ് ഓൺ എന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെ പിന്നെ ഒരു എന്താ പറയാ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐ തിങ്ക് ഇപ്പോഴാണ് ആൾക്കാർ അറിയുന്നത്. എന്ത് ചൂടൻ തിരിച്ചു വന്നിരിക്കുന്നു. ഓക്കെ ജിതിനെ, നമ്മൾ ആടുജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ട് എന്ന് പറയുന്നത്, അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാട്ടാണ്. മരുഭൂമിയുടെ അകലങ്ങളിൽ നിന്ന് കേൾക്കുന്ന പോലെ, നജീബ് കേൾക്കുന്ന പോലെ പ്രതീക്ഷയായിട്ട് വരുന്ന ഒരു പാട്ട്, അതേസമയം ഒരു പ്രാർത്ഥന പോലെ തോന്നുന്ന ഒരു പാട്ട്. ആ പാട്ടിലൊരു നോവും കൂടി ഉണ്ടല്ലേ. എങ്ങനെയായിരുന്നു ആ ഒരു പാട്ടിലേക്കുള്ള വഴി? പാട്ടിലേക്കുള്ള വഴി, ഞാൻ ആദ്യമായിട്ട് റഹ്മാൻ സാർ സ്റ്റുഡിയോയിൽ പാടാൻ എത്തുന്നത് നമ്മുടെ പ്ലേബാക്ക് സിംഗർ ശ്രീനിവാസ് സാർ വഴിയാണ്. പിന്നെ അത് കഴിഞ്ഞൊരു 2-3-4 പാട്ടുകളുടെ ഞാൻ ഡബിംഗ് മലയാളം വേർഷൻസ് പാടിയിട്ടുണ്ട്. നമ്മുടെ പൊന്നിയിൻ സെൽവനിലെ ചോള ചോള, അതുപോലെ കാറ്റൊരു വെളിയിടയിലെ അഴകിയ മാരിമി, അങ്ങനത്തെ 2-3-4 പാട്ടുകളുടെ. അതിനുശേഷം ബാക്കിംഗ് വോക്കൽസും ചെയ്യുന്നുണ്ടായിരുന്നു കൂടെ തന്നെ. അങ്ങനെ ഒരു സെഷൻ സമയത്താണ് ഞാൻ അവിടെ, ഭാഗ്യവശാൽ ഞാൻ അവിടെ ഉണ്ടാകുന്നു. ആൻഡ് യാദൃശ്ചികമായി അവരെന്നെ വിളിക്കുന്നു, ഇങ്ങനെ ഒരു മലയാളം സോങ് ഉണ്ട്, എന്നോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. പിന്നെ റഹ്മാൻ സാറുമായിട്ട് എനിക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. ആദ്യമായിട്ട് ഒരു പേഴ്സണൽ സ്പേസിൽ അങ്ങനെ ഒരു സ്റ്റുഡിയോയ്ക്ക് അകത്ത് ഒരു 30-40 മിനിറ്റ്സ് എനിക്ക് അദ്ദേഹത്തിന് കൂടെ ചെലവ് ചെയ്യാൻ പറ്റി. നമുക്കിങ്ങനെ ജാം ചെയ്യാൻ പറ്റി അദ്ദേഹത്തിന്റെ കൂടെ. അതാണ് തുടക്കം. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ബെന്യാമിന്റെ അക്കാദമി അവാർഡ് നേടിയ നോവൽ സിനിമയാക്കുന്നു. ബ്ലെസിയാണ് സിനിമ സംവിധാനം ചെയ്തത്. AR റഹ്മാനാണ് സംഗീത സംവിധാനം നിർവഹിക്കാനായിട്ട് പോകുന്നത്. ഒരു അതിജീവനത്തിന്റെ കഥയാണ്. ആ പാട്ടിലും ഒരു അതിജീവനം ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. അത്രയും ഇമോഷണൽ ആയിട്ട് തന്നെ വേണം നമ്മൾ ആ പാട്ടിനെ കൈകാര്യം ചെയ്യാനായിട്ട്. ആ ഒരു നോവ് പ്രേക്ഷകരിലേക്ക് ശരിക്കും എത്തിക്കണ്ടേ പാട്ടിന്റെ? എത്തിക്കണം. നമ്മൾക്കിപ്പോ പറയാം ഒരുപാട് കഷ്ടപ്പെട്ട്
കഷ്ടപ്പെട്ട ഒരാള് എന്ന് പറയാൻ പറ്റും. പക്ഷെ ആ കഷ്ടപ്പാട് അനുഭവിച്ച ആൾക്ക് അതിന്റെ ആ ഒരു തീവ്രത മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് അത് ഈ ഒരു പാട്ടിലൂടെ അത് കഴിയും വിധം നമുക്കത് ആൾക്കാരിലേക്ക് എത്തിക്കുക. അത് അദ്ദേഹവുമായി ആ ഒരു വേദനയുമായി കണക്ട് ചെയ്യാൻ നമുക്ക് നോക്കുക എന്നുള്ള ഒരു എഫേർട്ട് മാത്രമാണ് ഞാൻ അതിൽ ഇട്ടത് മാക്സിമം. പക്ഷെ അത് ഓവർഡു ചെയ്യാനും പാടില്ല, കുറച്ച് റിയലിസ്റ്റിക് ആവണം എന്നുള്ള ഒരു തോട്ട് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു പാടുമ്പോ. പിന്നെ നമുക്ക് എന്താ പറയാ, ഈ ഇൻപുട്ടൊക്കെ മേജർലി ഇപ്പൊ ഞാൻ ആദ്യം പാടി വെച്ച ട്രാക്ക് ബ്ലെസ്സി സാർ കേട്ടിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പൊ ബ്ലെസ്സി സാർ പറഞ്ഞു മ്യൂസിക്കലി എന്തൊക്കെയാണോ വേണ്ടത് അത് ഇപ്പൊ പാടിയതിലുണ്ട്, പക്ഷെ എനിക്ക് ഇനിയും പെയിൻ വേണമെന്ന് പറഞ്ഞു. ആ പാട്ടിൽ ഇനിയും ആ ഒരു വേദന, അദ്ദേഹത്തിന്റെ നജീബ് എന്ന ക്യാരക്ടറിന്റെ ഒരു വേദന അതിൽ ഇനിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു എന്താ പറയാ പ്രാർത്ഥന പോലെയല്ലേ. സോ അത് വേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഒരു സിനാരിയോ, ഇങ്ങനെ ഒരു കഷ്ടപ്പാടിന്റെ ഇടയിൽ വരുന്ന ഒരു പാട്ടാണ്. അപ്പൊ ആ ഒരു എന്താ പറയാ ആ ഒരു ടെൻഷൻ അതിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത് നമ്മൾ പാടി റിഫൈൻ ചെയ്ത് അങ്ങനെ ചെയ്ത് വന്നൊരു വേർഷനാണ് ഇപ്പൊ കേൾക്കുന്നത്. സോ ആ ഒരു ഇൻപുട്ടും ഉണ്ട്, സാറിന്റെ സൈഡിൽ നിന്നുള്ള ഇൻപുട്ടും മേജർലി ഉണ്ട്. യെസ്, അതായത് സിനിമയുടെ എല്ലാ മേഖലയിലും ബ്ലെസ്സി സാറിന്റെ കയ്യൊപ്പുണ്ട് എന്നർത്ഥം. അതെ അതെ. പിന്നെ റഹ്മാൻ സാറിന്റെ പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ ഒരു മാജിക്. പിന്നെ റഫീഖ് അഹമ്മദ് സാറിന്റെ ബ്യൂട്ടിഫുൾ വരികൾ കൂടി ആയതോടെ അതൊരു ഓൾ ടുഗെദർ ഒരു എക്സ്ട്രാ മാജിക് ആയി. ജിതിൻ, ഒരുപാട് കാര്യങ്ങൾ പാട്ടിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. റഫീഖ് അഹമ്മദ് സാറാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ഈ പെരിയോനെ റഹ്മാനെ എന്നതാണ് ആ ഒരു ഗാനത്തിന്റെ ഹൈലൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാട്ടിന്റെ ഹുക്ക് തന്നെയാണ് പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം എന്ന് തുടങ്ങുന്ന വരികൾ. ആരാണ് ഈ വരികൾ ആദ്യം കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ വരികൾ നല്ല രീതിയിൽ ഹുക്കായിട്ട് നമുക്ക് വെക്കാം എന്നുള്ളൊരു സജഷൻ പറയുന്നത് റഹ്മാൻ സാറാണോ അല്ലെങ്കിൽ റഫീഖ് അഹമ്മദ് സാറാണോ? അത് റഹ്മാൻ സാർ കൊണ്ടുവന്നതായിരുന്നു. അതിനുശേഷം എനിക്കറിയില്ല, ഞാൻ ഇപ്പൊ കേട്ടുവരുന്നത് പാട്ട് എഴുതിയതിനു ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ട്യൂൺ ചെയ്തത് എന്നാണ്. അതെനിക്ക് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് എനിക്ക് എന്താ പറയാ റോങ് ഇൻഫർമേഷൻ കൊടുക്കാൻ താല്പര്യമില്ല. ബട്ട് ഇങ്ങനെയാണെന്ന് തോന്നുന്നു എന്റെ ഒരു അറിവ് വെച്ചിട്ട്. ഇപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് ട്യൂണിനാണ് എഴുതിയതെന്നാണ്, പക്ഷെ ഐ തിങ്ക് ഐ വാസ് കറക്റ്റഡ് ഇൻ ബിറ്റ്വീൻ. അത് വരികൾ എഴുതിയതിനു ശേഷമാണ് ട്യൂൺ ചെയ്തതെന്ന്. പക്ഷെ ആദ്യം ഞാനിങ്ങനെ ജാം ചെയ്തു എന്ന് പറഞ്ഞില്ലേ സാറിന്റെ കൂടെ, ആ സമയത്തുണ്ടായ ഒരു ഹുക്കാണ് ഈ പെരിയോനെ റഹ്മാനെ. അത് completely was from റഹ്മാൻ സർ only. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ പെരിയോനെ റഹ്മാനെ ദൈവത്തിന്റെ അടുത്തേക്ക് എത്തുന്ന രീതിയിലാണ് അതിന്റെ ആദ്യത്തെ വരി മൊത്തം കിടക്കുന്നത്. ജിതിനാണ് ഈ ഒരു പാട്ട് പാടിയത് എന്ന് പറഞ്ഞപ്പോ ഞെട്ടിയ ആൾക്കാരുണ്ടോ? ഞെട്ടിയാണ്. ഞാൻ കുറച്ചു പേരെടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഐ മീൻ വരുമോന്ന് അറിയില്ല, നമ്മുടെ വോയിസിൽ ഇറ്റ് മൈറ്റ് കം. ബിക്കോസ് പ്രീ കൊറോണ ഡേയ്സ് പാടിയതാണ് ഇത്. കൊറോണയ്ക്ക് മുന്നേ. സോ 2 വർഷത്തോളം നമ്മൾ കൊറോണയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് 6 years ആയി. അപ്പൊ അതിന്റെ ഇടയിൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ, സംബഡി എൽസ് മൈറ്റ് റീപ്ലേസ് യുവർ വോയിസ്. അങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. സോ ഞാൻ വളരെ കുറച്ചു പേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആക്ച്വലി ഇത് കേട്ടപ്പോ. എന്നെക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു. സോ അത് അവസാനം അത് എന്താ പറയാ ഓഡിയോ ലോഞ്ചിന് മുന്നേ കൺഫർമേഷൻ വന്നു ഇങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ നമ്മൾ എന്താ പറയാ ബാക്കി ലാംഗ്വേജസ് അത് റെക്കോർഡ് ചെയ്തു. സോ അതൊരു എന്താ പറയാ വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അടിപൊളി. പെരിയോനെ എന്നുള്ള സോങ് റിലീസ് ആവുന്നു, ഒരുപാട് ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നു. കേരളം ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ഈവൻ ഫോറിൻ കൺട്രീസിലാണെങ്കിൽ പോലും നമ്മുടെ മലയാളികൾ ആ പാട്ടിനെ നെഞ്ചിൽ ഏറ്റുന്നു. സോ ഫസ്റ്റ് കിട്ടിയ അപ്രിസിയേഷൻ എന്താണ്? ഫസ്റ്റ് കിട്ടിയ അപ്രീസിയേഷൻ എനിക്ക് നമ്മുടെ മ്യൂസീഷ്യൻ എന്താ പറയാ ഈ ഒരു ഇതിലുള്ള ആൾക്കാർ തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ശ്രീനി സർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൺഗ്രാറ്റുലേറ്റഡ്. അതുപോലെ സുജാത മാം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിധിച്ചേട്ടന്റെ കോൾ ഉണ്ടായിരുന്നു. സോ അവരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതൊക്കെ തന്നെ വലിയൊരു കാര്യം തന്നെയല്ലേ. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഇത്രയും നല്ല കമന്റ്സ്, ജെനുവിൻ കമന്റ്സ് കിട്ടുമ്പോ എന്താ പറയാ ഒരുപാട് സന്തോഷം. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഈ കവർ വേർഷൻസും ആൾക്കാർ മെസ്സേജ് അയക്കുന്നതും പിന്നെ ഈ ഇൻസ്റ്റഗ്രാം സഡൻ ഇൻക്രീസ് ഇൻ നമ്പർ ഇൻസ്റ്റഗ്രാം ഒക്കെ കൂടുമ്പോ തന്നെ ഇത് ആളുകളിലേക്ക് എത്തി തുടങ്ങി എന്നുള്ള ഒരു സൂചന അപ്പോഴേ എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ പറയാ ആ ഒരു റിസപ്ഷൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ലെജൻഡ് ആണ് നമ്മുടെ എ ആർ റഹ്മാൻ സാർ. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ഒരു എക്സ്പീരിയൻസ്? ഒരു എക്സ്ട്രോർഡിനറി എക്സ്പീരിയൻസ് ആണ്, അൺബിലീവബിൾ എക്സ്പീരിയൻസ് ആണ്, മാജിക്കൽ എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെ പറയാം. എന്താ വെച്ചാൽ എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പോസർ ആണ്. എന്താ പറയാ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിന്റെ കൂടെ എന്താ പറയാ ഒരു പ്രോജക്റ്റിൽ ഒരു ഭാഗമാവുക, അതും ഇങ്ങനെ ഒരു ഇത്രയും ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയുടെ ഭാഗമാവാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. സോ അത് ഇങ്ങനെ നടന്നതിൽ എന്താ പറയാ ഒരുപാട് സന്തോഷം. ആൻഡ് എന്താ പറയാ ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആണ് ഈ 2024
ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആണ് ഈ പാട്ട് എന്റെ ജീവിതത്തിൽ. മലപ്പുറം കുന്നംപുറത്തുകാരനായിട്ടുള്ള നമ്മുടെ സ്വന്തം പ്ലേ ബാക്ക് സിംഗർ ജിതിൻ. പക്ഷേ ജിതിൻ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് തമിഴിലാണ്. വൈ തമിഴ്? ഞാൻ പഠിച്ചതെല്ലാം തമിഴ്നാട്ടിലാണ്. പിന്നെ എത്തിപ്പെട്ടതും ചെന്നൈയിലായിരുന്നു. ഓക്കെ. അതുകൊണ്ട് കൂടുതൽ ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു പ്രോപ്പർ ബ്രേക്ക് പാടുന്നതും ഇമാൻ സാറിന് വേണ്ടിയിട്ടാണ്. ഡി ഇമാൻ സാർ. അദ്ദേഹത്തിനും ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് നന്ദി പറയണം. കാരണം ബാക്ക് ടു ബാക്ക് എനിക്ക് ഒരുപാട് സോങ്സ് തന്ന വ്യക്തിയാണ്. ഞാൻ എന്താ പറയാ, ഭൂരിഭാഗവും തമിഴിൽ പാടിയിട്ടുള്ള ഒരു 70 to 80% പാട്ടുകളും അദ്ദേഹത്തിന് തന്നെയാണ്. സോ അത്രയും എന്താ പറയാ സപ്പോർട്ട് തന്നിട്ടുണ്ട് അദ്ദേഹം. സോ അങ്ങനെ കൂടുതൽ തമിഴായിട്ട് കണക്റ്റഡ് ആയതാണ്. പഠിച്ച എഞ്ചിനീയറിംഗ് അങ്ങനെ പിന്നെ തമിഴ് ഇസ് എ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ഓൾസോ. നമുക്ക് എന്താ പറയാ അതിനോടൊരു പ്രത്യേക ഒരു മമതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താ പറയാ ഒരു അങ്ങനെ ആയി. ഒരു താടിക്കാരൻ പയ്യനിൽ നിന്ന് ഇപ്പതേ വേറൊരു ലുക്കിലാണ് ജിതിനെ കാണുന്നത്. ആക്ച്വലി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. അയ്യോ കുറച്ചും കൂടി ചുള്ളനായല്ലോ. ചിരിക്കണ്ട, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അവസരങ്ങൾ തേടിയുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു ജിതിന്റെ സംഗീത ജീവിതത്തില്? അവസരങ്ങൾ തേടിയുള്ള യാത്ര എന്താ പറയാ ഫണ്ണായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോ എന്താ പറയാ കിട്ടിയ അവസരങ്ങളുണ്ട്, പോയ അവസരങ്ങളുണ്ട്. പക്ഷേ ജസ്റ്റ് കെപ്റ്റ് ഓൺ, നമ്മൾ മൂവ് ഓൺ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഒന്നില് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ദർ വിൽ ബി ടൈം. നമ്മളുടെ ഒരു ഇങ്ങനെ ഒരു യാത്രയിൽ എന്തായാലും നല്ല സമയങ്ങളുണ്ടാവും, നമുക്ക് അത്രയും ആസ്വദിക്കാൻ പറ്റാതായിട്ടുള്ള സന്ദർഭങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ ഒരേപോലെ അക്സെപ്റ്റ് ചെയ്ത് ജസ്റ്റ് കീപ് ഓൺ ഗോയിങ്, അത്രേ ഉള്ളൂ. അവസരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്ക്. ഒരുപാട് പേര് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില പേര് എന്താ പറയാ കറക്റ്റ് ആയിട്ട് എന്താ പറയാ അവർക്ക് പറ്റുന്ന രീതിയിൽ തന്നെ എനിക്ക് അവസരങ്ങൾ തന്നു. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കുറച്ച് പാട്ടുകളൊക്കെ പാടാൻ പറ്റിയത്. അതും എന്താ പറയാ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരുന്നു എനിക്ക്. നമ്മള് ശരത് സാർ ആവട്ടെ, എം ജയചന്ദ്രൻ സാർ ആവട്ടെ, ഇളയരാജ സാർ ആവട്ടെ, വിദ്യാസാഗർ സാർ ആവട്ടെ, ഇവരൊക്കെ കൂടെ വർക്ക് ചെയ്യാനുള്ള SP വെങ്കടേഷ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതൊക്കെ ഒരു എന്താ പറയാ അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. സോ തിരിഞ്ഞു നോക്കുമ്പോ സന്തോഷം മാത്രം. ഈ ചാൻസ് തന്ന ആൾക്കാരോടൊക്കെ നന്ദി മാത്രം. തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം മാത്രം, അതും നന്ദി മാത്രം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും ഭയങ്കരമായിട്ട് താങ്ക്ഫുൾ ആണ് കേട്ടോ ജിതിൻ രാജ് എന്ന ഗായകനെ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന്. എനിവേസ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പെൻഡിങ് ആണ് ചോദിക്കാനായിട്ട്. അതിലെ ചില അൺഫോർഗറ്റബിൾ മെമ്മറീസും കൂടി ചോദിച്ചറിഞ്ഞാൽ കൊള്ളാം. എന്നിട്ട് ഒരുപാട് ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ഒരാളാണ് ജിതിനെ. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഞാൻ ഒരാളുടെ പേര് പറയാം. ആ പേര് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മെമ്മറി, അൺഫോർഗറ്റബിൾ മെമ്മറി അല്ലെങ്കിൽ സോങ് ഏതാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇളയരാജ സാറിന്റെ പേരാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ചെറുപ്പത്തില് അദ്ദേഹത്തിന്റെ ഭയങ്കരമായിട്ട് കേട്ടുകൊണ്ടേ ഇരുന്നിരുന്ന ഒരു ആൽബമാണ് ചിന്നത്തമ്പി എന്ന് പറഞ്ഞ ആൽബം. സോ അച്ഛന്റെ കയ്യിൽ അതിന്റെ ഒരു കാസറ്റ് ഉണ്ടായിരുന്നു, പ്രോപ്പർ ഓഡിയോ കാസറ്റ്. അവരെ കമ്പനി റിലീസ് ചെയ്ത അച്ഛൻ മേടിച്ചോണ്ടുന്ന കാസറ്റ് ഉണ്ടായിരുന്നു. സോ അത് ഐ സ്റ്റിൽ റിമെമ്പർ. അതിങ്ങനെ ഇട്ട് കേട്ടുകൊണ്ടേയിരിക്കും അതിലെ പാട്ടുകൾ. അന്ന് തമിഴൊന്നും അറിയില്ല. അന്ന് അതിൽ കേട്ടിട്ട് വായിൽ വരുന്നത് നമ്മൾ പാടുകയെന്നേ ഉള്ളൂ. ജിബ്രിഷായിട്ടൊക്കെ പാടുമല്ലോ, അത് അതേപോലെ സൗണ്ട് ആക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെയാണ് രാജാ സാറായിട്ടുള്ള ഒരു കണക്ട്. പിന്നെ മൂന്നാം പിറ കണ്ണേ കലൈമാനെ എന്നുള്ള പാട്ട്, അതൊക്കെയാണ്. സാറ് സംഗീത സംവിധാനം നിർവഹിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാ പെട്ടുപോകും. അങ്ങനെയൊക്കെ ചോദിച്ചാ പെട്ടുപോകും. ഒരു 2 വരി സാറിന്റെ പാട്ട് പാടാമോ? പിന്നെ അടവുച്ചന്തല ഉച്ചിയില ഉള്ളേർക്കും ബുദ്ധിയില പാട്ട്, இது அப்ப சொல்லி தந்ததில்ல, பாட்ட சொல்லி தந்ததில்ல நேத்து, எப்படித்தான் வந்ததில்ல சொல்லுறவ யாரு, இதில் தப்பிருந்தா என்னதில்ல சாமி கிட்ட கேளு, அடவுச்சந்தல உச்சியில உள்ளேருக்கும் புத்தியில பாட்டு. താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞ ചിന്നത്തമ്പി ഫിലിം കാണുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഈ പാട്ടായിരുന്നു വൺ ഓഫ് ദ മെയിൻ ഫേവറേറ്റ് പാട്ട്. അതെ, തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്ന സമയത്ത് പാടുന്ന ഒരു മനോഹരമായ പാട്ടാണ്. ഓക്കെ, വിദ്യാസാഗർ സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഏതാണ്? അദ്ദേഹത്തിന്റെ ഒരു അൺഫോർഗറ്റബിൾ മെമ്മറി. അദ്ദേഹത്തിന് അൺഫോർഗറ്റബിൾ മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പാടാൻ പോകുന്നതായിരുന്നു അദ്ദേഹത്തിന്. കാരണം അതുവരെ ആരും ഇങ്ങനെ ഹാർമോണിയം വെച്ച് പഠിപ്പിച്ച് തന്ന് പാട്ട് പഠിപ്പിച്ചതായി എനിക്ക് അനുഭവമില്ല ആ സമയത്ത്. അതിന് വളരെ ഏർലി സ്റ്റേജ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് പ്രോബബ്ലി ഒരു മെയിൽ അയച്ചിട്ട് എനിക്ക് സുജാത മാം വഴിയാണ് ആ പാട്ട് വരുന്നത്. സോ ഷീ ഹെൽപ് മീ ഔട്ട് വിത്ത് ദാറ്റ്. അദ്ദേഹം ഹാർമോണിയം വെച്ച് പഠിപ്പിക്കുന്നു. ഇപ്പൊ നമ്മൾ പാടുന്ന രീതിയിൽ വിബ്രാട്ടോ വരുന്ന ഒരു ടെൻഡൻസി ഉണ്ട് എനിക്ക്. ലൈക്ക്
പാടി തീർക്കുമ്പോൾ. സോ അദ്ദേഹം അത് വെരി പെർട്ടിക്കുലർ ആണ് അദ്ദേഹത്തിന്. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു നോട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറഞ്ഞ് അത് തന്നെ ഒരു അരമണിക്കൂറോളം അദ്ദേഹം എന്നെ ഇരുത്തി പഠിപ്പിച്ചു. ഓഹോ. സോ അതൊക്കെ വെരി അൺഫർഗറ്റബിൾ മെമ്മറിയാണ്. ആൻഡ് വാട്ട് എ വണ്ടർഫുൾ മ്യൂസീഷ്യൻ. വേറെ എന്താ പറയാ, നമുക്ക് ഒരുപാട് വണ്ടർഫുൾ എന്താ പറയാ മ്യൂസിക് തന്നിട്ടുണ്ട്. ഹി വിൽ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. യെസ്, ഷുവർ 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 ഷുവർ. അദ്ദേഹത്തിന്റെ മലരെ മൗനമ എന്നുള്ളൊരു സോങ് ഒക്കെ ഉണ്ടല്ലോ. അയ്യോ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പാടിയ ആദ്യത്തെ പാട്ടൊന്ന് പാടാവോ? പാടാം. ഗോസ് ലൈക്ക് ദിസ്. മേക്കരയിൽ തിരയടിക്കണ പീലി കണ്ണാളെ, പൂന്തിരയിൽ മീൻ പെടക്കണ നീല കണ്ണാളെ, ആടിയെത്തണ് പാടിയെത്തണ് ചാകരക്കോള്, ഈ തുറയിൽ തോണിയെത്തണ നേരമെന്നാണ്, വരും ഉല്ലാസക്കാലം നല്ലോമൽക്കാലം, കൈയോട് കൈ ചേർത്തിടാ, പുതു സംഗീതം പാടി കൊണ്ടാടും നേരം, നാനാ വന്നോ മലേ, മണ്ണിനുള്ളം കാണാ ഈ വിണ്ണിന്നാളം വന്നേ, ഏതൻ തോട്ടം താഴെ വന്നേ, മിന്നും പൊന്നും ചൂടി ആ കുഞ്ഞോളം വന്നാടി, ചെല്ലക്കാറ്റും കൂടെ പാടുന്നേ. വാവ്, താങ്ക് യു സോ മച്ച് ജിതിൻ. അടിപൊളിയായിട്ട് പാടി. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നേ, ജിതിൻ ഒരുപാട് പാട്ടുകൾ പാടിക്കഴിഞ്ഞു. അതിൽ പെരിയോനെ എന്നുള്ളൊരു സോങ് മാറ്റി നിർത്തിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് ഏതാണ്? ഐ തിങ്ക് ഐ ലൈക്ക് ഓൾ ദ സോങ്സ്. എല്ലാം ഇഷ്ടമാണ്. പക്ഷെ എന്താ പറയാ, ഞാൻ ഇമാൻ സാർ പാടിയതില് ഫസ്റ്റ് സോങ് ഞാൻ പിടിക്കുക എന്നൊരു പാട്ടാണ് പാടിയത്. അതുപോലെ അതിനുശേഷം ഭയങ്കരമായിട്ട് ഇവിടെ ഭയങ്കര ഒരു ബ്രേക്ക് സൃഷ്ടിച്ച പാട്ട് ഓമല്ലേ ഒരു കണ്ണെന്നുള്ള പാട്ടാണ്, രജനി മുരുകനിലെ. ഞാൻ എന്തായാലും ആദ്യത്തെ പാട്ട് വേണമെങ്കിൽ പാടാം. പാടിക്കോളൂ. പിടിക്കുതേ തിരുമ്പ തിരുമ്പ ഒന്നൈ, പിടിക്കുതേ തിരുമ്പ തിരുമ്പ ഒന്നൈ, எதற்கு உன்னை பிடித்ததென்று தெரியவில்லையே, தெரிந்து கொள்ள துணிந்த உள்ளம் தொலைந்ததுண்மையே, பிடிக்குதே திரும்ப திரும்ப உன்னை பிடிக்குதே. പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ഇരിക്കട്ടെ. ശരിക്കും പറഞ്ഞാലേ ജിതിനെ കാണുന്ന സമയത്ത് എപ്പോഴും മുഖത്ത് ആ പുഞ്ചിരി കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പുഞ്ചിരിയുടെ രഹസ്യം എന്താണ് ജിതിൻ? സ്റ്റൈൽ ഒന്നുമില്ല. ഐ തിങ്ക് മാക്സിമം നമ്മളെ പോലെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഐ ലൈക്ക് ലൈഫ് ടു ബി വെരി സിമ്പിൾ. ഞാൻ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയാ, ഉള്ളത് ഉള്ള പോലെ പറയാ. ആൻഡ് നമ്മൾ എന്താ പറയാ, ജസ്റ്റ് ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നുള്ളൊരു തോട്ടുള്ള ആളാണ്. ഐ ഡോണ്ട് നോ, ഞാൻ ഭയങ്കര ലോജിക് സംസാരിക്കാൻ തുടങ്ങും ചോദിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് വേണ്ട, ജസ്റ്റ് അതൊന്നുമില്ല. ഇറ്റ്സ് ഗുഡ് ടു സ്മൈൽ, യുനോ. ആയുസ് കൂടുന്നൊക്കെ പറയില്ലേ നമ്മൾ. അതെ. ആൻഡ് എന്താ പറയാ, നമ്മളത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് നമുക്കും ഒരു ചിരിയായിട്ട് തിരിച്ച് കിട്ടും. സോ ഇറ്റ് ഫീൽസ് ഗുഡ്. ഓക്കെ ജിതിൻ, ആടുജീവിതം എന്നൊരു മൂവിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ആടുജീവിതം ഒരു സർവൈവൽ ത്രില്ലർ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളുടെ അതിജീവനത്തിന്റെ കഥയാണ്. ഈ സംഗീത ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് സംഗീത ജീവിതം? ഫണ്ണാണോ അല്ലെങ്കിൽ സീരിയസ് ആണോ? സംഗീത ജീവിതം വാസ് ഫൺ ആക്ച്വലി. എന്താ പറയാ, അത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ പാട്ടുകൾ കേട്ടും അങ്ങനെയൊക്കെയാണ് ഇത്രയും കാലം അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. മ്യൂസിക് എന്താ പറയാ, എനിക്കൊരു ഫണ്ണാണ്. അതിനൊരിക്കലും ഞാൻ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു എന്താ പറയാ, പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു പാട്ട് കിട്ടുമ്പോൾ അത് മാക്സിമം എന്റെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് അത് നന്നായി പാടി ഫലിപ്പിക്കാൻ ശ്രമിക്കുക, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ എന്താ പറയാ, ദർ ആർ ഡേയ്സ് വേർ ഞാൻ നന്നായി പാടാൻ പറ്റിയിട്ടുണ്ട്, ചില ദിവസങ്ങളിൽ അത്ര നന്നായി പാടാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ അത് അങ്ങനെ പോണു, അത്രേ ഉള്ളൂ. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടട്ടെ എന്നുള്ള ഒരു ആഗ്രഹം, എന്താ പറയുക, ഒരു ഹോപ്പിൽ അങ്ങനെ പോണു. തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷ മുന്നോട്ട് നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം പെരിയോനെ എന്നുള്ളൊരു സോങ് ജിതിൻ പാടുന്നത് കേൾക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആണ്. അങ്ങകലേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, അങ്ങകലേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോലിരുന്നാലും അറിയണുണ്ടേ,
മിണ്ടാമൺ തരി വാരിയെഴുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. കൊച്ചോളങ്ങളിൽ നീന്തി തുടിച്ചെന്നെ തൊട്ടില്ല തൊട്ടില്ല നിന്നനവ്, തൊട്ടില്ല തൊട്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. എന്റെ പൊന്നോ, തൊട്ടപ്പുറത്തിരുന്ന് കേൾക്കുമ്പോൾ ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. താങ്ക് യു. ഓക്കെ, നമ്മുടെ ലിസണേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണ് ജിതേൻ? അതെ, ആദ്യം ഏവർക്കും വിഷു ആശംസകൾ ഇൻ അഡ്വാൻസ് ആൻഡ് ഈദ് ആശംസകൾ. പിന്നെ ഈ പാട്ടിനെയും എന്താ പറയാ, ഇപ്പൊ ഒരാഴ്ചയായി പടം റിലീസായിട്ട് ആൻഡ് ഒരാഴ്ചക്ക് മേലെയായി. ആൻഡ് ഈ പടത്തിനും ഈ പാട്ടിനും അവർ തരുന്ന സ്വീകാര്യതയും സ്നേഹത്തിനും ഒരുപാട് നന്ദി. ആൻഡ് ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് എന്താ പറയാ, നിങ്ങൾക്ക് വേണ്ടി ഇനിയും നല്ല നല്ല പാട്ടുകൾ പാടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഒരുപാട് നന്ദി. അത്രേ ഉള്ളൂ. വി ഹോപ്പ്ഫുള്ളി. അതെ, മനോഹരമായ പാട്ടുകൾ ജിതിന്റെ ശബ്ദത്തിലൂടെ കേൾക്കാനുള്ള ഭാഗ്യം ഇനിയും ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഒപ്പം താങ്ക് യു സോ മച്ച്. ഹാപ്പി ഈദ്. മൈ റേഡിയോ 90 FM ശ്രോതാക്കൾക്ക് എന്റെ ഈദ് ആശംസകൾ. താങ്ക് യു ജിതിൻ. ഓ താങ്ക് യു സോ മച്ച്. അങ്ങനെ ദേ നമ്മുടെ ആത്മാവിനെ തൊട്ടുണർത്തിയ ഗായകൻ ഇന്നത്തെ ദിവസം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ടാറ്റ ബബായ് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ കേൾക്കാനായിട്ട് പാട്ടുകൾ സെറ്റാണ്. എന്തായാലും പെരിയോനെ എന്നുള്ള പാട്ട് തന്നെയാണ് കേട്ടോ കേൾക്കാനായിട്ട് വരുന്നത്. സ്റ്റേഡിയം, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് മീ ഹർജയ ജിയ.